കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തുന്നു. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായി ഇത് ദൈവത്തിനും കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഒരു സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന് ചിന്തയ്ക്കായി ഒരു ദൈവത്തിന് ഭാഗം വായിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം മാറും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ തിരുവചനത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം വളരെ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തവരാണ്. ഇന്ന് പകരം ആ ദൈവവചനം തന്നെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ലക്ഷ്യം, പദ്ധതി, പ്ലാൻ അവ നാം തിരിച്ചറിയുക എന്നുള്ളതാണ്. പ്രൈസലോ. അപ്പം പ്രതികൂലങ്ങളിൽ തളർന്നു പോകാതെ, പ്രതികൂലങ്ങളിൽ വീണു പോകാതെ, നമ്മൾ വഴുതി പോകാതെ പ്രതികൂലങ്ങളിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. ഓരോ ദൈവഭക്തന്മാരോടും ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ള ശക്തമായ ദൂത് എന്ന് പറയുന്നത് പ്രതികൂലങ്ങളിൽ വിശ്വാസത്തിൽ ഉറക്കുക. പ്രൈസലോ. എന്ന് പറഞ്ഞ പ്രതികൂലങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം, വ്യക്തം ചെയ്യും. പക്ഷെ അതെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അതാണ് റോമലേഖനം 8-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം വായിച്ചാൽ കാണാൻ കഴിയും. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അപ്പം പ്രതികൂലത്തിന്റെ അനുഭവത്തിലൂടെ, പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിനകത്ത് ദൈവത്തിന് പദ്ധതിയുണ്ട്, ദൈവത്തിന് ലക്ഷ്യമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ചില പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ദൈവം നിങ്ങളെ കൈവിട്ട് കളയാതെ ദൈവം നിങ്ങളെ ചേർത്ത് പിടിച്ച് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. പ്രൈസലോ. അതിനെക്കുറിച്ച് ദൈവത്തിന്റെ വചനം വായിക്കും കാണുന്നത്, സകലവും നന്മയ്ക്കായി തീരുന്നത് ദൈവമക്കൾക്ക് അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുവാൻ കൂടുതൽ കാരണമാകും. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. നമുക്ക് ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാൻ കഴിയും. ഏതൊരു കഷ്ടതകളും നഷ്ടങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ അതിലടങ്ങിയിരിക്കുന്ന ദൈവിക ലക്ഷ്യങ്ങൾ നമുക്ക് വേഗത്തിൽ കണ്ടെത്തുവാൻ പ്രതികൂലങ്ങൾ നമ്മളിൽ വരുമ്പോൾ കഴിയും. അല്ലേലിയ. അതുകൊണ്ട് കഷ്ടതകൾ നേരിടുമ്പോൾ അവൻ കൂടുതൽ പ്രയോജനമുള്ളവനായി തീരുക. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങൾ പ്രതികൂലങ്ങളിൽ കടന്നു പോകുമ്പോൾ, കഷ്ടതകൾ നിങ്ങൾക്ക് കൂടുതൽ നേരിടുമ്പോൾ, നിങ്ങൾ കർത്താവിന് വേണ്ടി വളരെ പ്രയോജനമുള്ളവനായി തീരും. പ്രതികൂലം നിങ്ങൾക്ക് വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങും. കൂടുതൽ സമയം നിങ്ങൾ ഉപവസിക്കാൻ തുടങ്ങും. കൂടുതൽ സമയം നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കുവാനും ദൈവത്തോട് ചേർന്നുണ്ടാക്കുവാനും ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങളൊക്കെ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്നതിനകത്ത് നിങ്ങൾ വളരെ താല്പര്യം കാണിക്കും. നിങ്ങൾ കർത്താവിനോട് ചേർന്ന് വസിക്കുവാൻ ആഗ്രഹിക്കും. അങ്ങനെ നിങ്ങൾക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവം. അതുകൊണ്ടാണ് നമ്മൾ വചനം വായിച്ചത്, ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാണ്. ഹല്ലേലൂയ. ഇവിടെ വചനം വായിക്കുന്നത്, പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അവൻ ഇയ്യോബിനെ പോലെ ദൈവകരങ്ങളിൽ ആശ്രയിക്കുന്നവനായി തീരണം. ഇയ്യോബിന്റെ ജീവിതം നമുക്കറിയാം, വളരെ പ്രശ്ന സങ്കീർണമായ, ഈ ലോകത്തിൽ ഒരു മനുഷ്യനും അനുഭവിക്കാത്ത നിലയിലുള്ള വലിയ മാനസികമായ മുറിവുകൾ ഏറ്റവനായി ഇയ്യോബ് എന്ന് പറയുന്നത്. എന്താണ്? തന്റെ മക്കൾ 10 പേരും മരിച്ചു. തന്റെ ആടുമാട് കന്നുകാലികളെല്ലാം നഷ്ടപ്പെട്ടു. തന്റെ ഭാര്യ പറഞ്ഞ് ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് നീ പോയി മരിക്കുക. യോബ് വലിയ രോഗിയായി മാറി. തന്റെ വീട് എല്ലാം നശിച്ചുപോയി. അത്രമാത്രം മാനസികമായ പിരിമുറുക്കത്തിന്റെ നിലയിലൂടെ, പ്രതികൂലങ്ങളിലൂടെ യോബ് കടന്നുപോയപ്പോൾ, പ്രതികൂലങ്ങളിൽ യഹോവയായി ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് യോബ് ഉറച്ചു നിന്നു. അതുകൊണ്ട് യോബിന്റെ ജീവിതത്തിൽ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിച്ചു. യോബിനെ ആ വിധത്തിലൂടെ ദൈവം കടത്തിവിട്ടപ്പോൾ അതിനകത്തുള്ള ദൈവിക ലക്ഷ്യങ്ങളെ യോബ് മനസ്സിലാക്കി ദൈവത്തോട് ചേർന്നിരുന്നു. അത് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾ പ്രതികൂലങ്ങളിൽ കടന്നു പോകുമ്പോൾ അതിന് നടുവിലുള്ള ദൈവിക ലക്ഷ്യങ്ങളെ മനസ്സിലാക്കി യോബിനെ വിശാലതയിലേക്ക്, യോബിനെ അനുഗ്രഹിച്ച ഒരു ദൈവം ഉണ്ട്. ആ ദൈവത്തോട് നിങ്ങൾ ചേർന്ന് വസിക്കണം. വിശ്വാസം നിങ്ങൾക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ ഒരു ദൈവ പൈതലിനെ നേരിടുന്ന പ്രശ്നങ്ങളിലും ഹല്ലേലൂയ ചിലപ്പോൾ
അല്ലെങ്കിൽ അവൻ തളർന്നു പോകാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തിയായിരിക്കും. നിങ്ങൾക്കറിയാം നിങ്ങൾ കടന്നു പോകുന്നത്. അതിലൊക്കെ നിങ്ങൾ തളർന്നേക്കാം, ക്ഷീണിച്ചേക്കാം. പക്ഷെ ഭാരപ്പെടരുത്. അതിനകത്തൊരു ദൈവപ്രവൃത്തിയുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഒരു കാലത്ത് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, സ്നാനപ്പെടുന്നതിന് മുമ്പ്, ദൈവത്തോട് അടുത്ത് വരുന്ന മുമ്പ്, ഡെമസ്കോസിൽ വെച്ച് ദൈവം സന്ദർശിക്കുന്നതിന് മുമ്പ് പൗലോസ് എന്ന് പറയുന്ന വ്യക്തി ശൗൽ എന്ന പേരിൽ അറിയപ്പെട്ടു. വളരെ ക്രൂരമായ സ്വഭാവമായിരുന്നു ശൗലിന്. ഹല്ലേലൂയ. അപ്പൊ ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നവനായി അവൻ പുറപ്പെട്ടു. അപ്പോൾ ദമസ്കോസ് തെരുവീതിയിൽ വെച്ച് കർത്താവിന്റെ വെളിച്ചം അവന്റെ മേൽ വീശി. ഹല്ലേലൂയ. അപ്പം പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കർത്താവേ നീയാണ് എന്ന് ശൗൽ ചോദിച്ചപ്പോൾ നമ്മുടെ കർത്താവ്, നീ ഉപദ്രവിക്കുന്നവനായ യേശു ഹല്ലേലൂയ ആകുന്നു ഞാൻ എന്ന് മറുപടി പറഞ്ഞു. ഹല്ലേലൂയ. നീ ക്രൈസ്തവരെയാണ് ഉപദ്രവിക്കുന്നത്, പീഡിപ്പിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ നീ അവരെയല്ല, എന്നെയാണ് ഉപദ്രവിക്കുന്നതെന്ന് പൗലോസിനൊരു മറുപടി കൊടുക്കുക. അതുകൊണ്ട് ഇന്ന് പകൽ ഈ ദൈവത്തിന് കേൾക്കുന്ന ശ്രോതാവി, പൗലോസിനെ പോലെ പൗലോസ് മാനസാന്തരപ്പെടുന്ന മുമ്പ് പൗലോസ് ക്രൈസ്തവരെ പീഡിപ്പിച്ച് ഉപദ്രവിച്ച് ഒക്കെ ചെയ്തത് കണ്ടിട്ട് കർത്താവ് പറയാണ്, നീ ക്രൈസ്തവരെ അല്ല നീ ഉപദ്രവിക്കുന്നത്, നീ എന്നെയാണ് ഉപദ്രവിക്കുന്നത്. ഇന്ന് പകൽ ക്രൈസ്തവ സമൂഹത്തെ പീഡിപ്പിക്കുന്നവരോട്, ഉപദ്രവിക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ മാനുഷികമായി ചിന്തിക്കുമ്പോൾ ഈ ഭൂമിയിലുള്ള ജനത്തെ ആയിരിക്കും. പക്ഷേ ആ മുറിവ് മുഴുവൻ ഏൽക്കുന്ന, ഉപദ്രവം മുഴുവൻ ഏൽക്കുന്നത് യേശു കർത്താവാണ്. അതിനുള്ള ശിക്ഷാവിധി നിങ്ങളുടെ മേൽ വരും എന്ന് നിങ്ങൾ തിരിച്ചറിയണം കേട്ടോ. ലോകത്തിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എവിടെയെല്ലാം ദൈവസഭയ്ക്ക് വിരുദ്ധമായി, ദൈവമക്കൾക്ക് വിരുദ്ധമായി, സുവിശേഷത്തിന് വിരുദ്ധമായി ശത്രു സൈന്യം എഴുതിയിട്ടുണ്ടോ, ജനം എഴുതിയിട്ടുണ്ടോ, അവിടെയെല്ലാം ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം വെളിപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ പരിശോധിച്ച് നോക്കി നിങ്ങൾക്ക് കാണാൻ കഴിയും. ദൈവജനത്തെ തൊടുവാൻ, ദൈവജനത്തെ ഉപദ്രവിക്കാൻ ദൈവം ആരെയും അനുവദിക്കുന്നില്ല. അവർ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതരാണ്. ഹല്ലേലൂയ. അപ്പൊ യേശു പറയാണ്, നീ ക്രൈസ്തവരെ അല്ല പീഡിപ്പിക്കുന്നത്, എന്നെ തന്നെയാണ് വേദനിപ്പിക്കുന്നത്. ഞാൻ അവരുടെ വശത്ത് നിൽക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് പറയാണ്, ഞാൻ വിശുദ്ധ ജനത്തിന്റെ വശത്ത് നിൽക്കുകയാണ്. ആ വാക്കുകൾ ശൗലിനെ പൗലോസാക്കി മാറ്റി. യേശുവിന്റെ വാക്കുകൾ ശൗലിനെ പൗലോസാക്കി മാറ്റി. അങ്ങനെ അവൻ സ്വയം തന്നെ കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. ഹല്ലേലൂയ. അത് പ്രതികൂലങ്ങൾ കടന്നു വന്നപ്പോൾ, പ്രശ്നം കടന്നു വന്നപ്പോൾ, വെല്ലുവിളി കടന്നു വന്നു കഴിഞ്ഞപ്പോൾ, ദമസ്കോസ് പടിക്കൽ വെച്ച് പൗലോസിനെ കർത്താവായ യേശു ക്രിസ്തു സന്ദർശിച്ചപ്പോൾ അവന്റെ രീതികളെ കുറിച്ച് യേശുവിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പൗലോസ് എന്ത് ചെയ്തു? ആ പ്രതികൂലങ്ങളിൽ ആമേൻ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി പൗലോസ് അങ്ങ് സമർപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. അത് മുഖാന്തരം എന്ത് ചെയ്തു? ദൈവം ശക്തമായ രീതിയിൽ പൗലോസിനെ ഉപയോഗിച്ചു. അപ്പം ദൈവിക ലക്ഷ്യങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് പകൽ ആരെങ്കിലും പീഡയിലൂടെ, ഉപദ്രവത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണം. പ്രൈസ് ലോർഡ്. ഞാൻ കഴിഞ്ഞ ചില ദിവസങ്ങളിൽ അനവധി വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അനവധി ആളുകൾ എന്നെ പ്രാർത്ഥനയ്ക്ക് വിളിക്കാറുണ്ട്. ഞാൻ ഓരോ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ച ഒരു വിഷയത്തിനകത്ത് ഒരു മാതാവ് എന്നോട് പറഞ്ഞു, എന്റെ പാസ്റ്റർ, ജീവിതത്തിൽ ഒരിക്കലും സ്വസ്ഥതയില്ല, സമാധാനമില്ല. അവരെ സംബന്ധിച്ച് നല്ല നിലയിൽ ജീവിക്കുന്നവരാണ്. ദേശത്താണ്, നല്ല ജോലിയുണ്ട്, അവിടെ നല്ല നിലയിലാണ്, നാട്ടിലും അത് തക്കതായ അതിനുള്ള അനുഭവങ്ങളുണ്ട്, എല്ലാ നിലയിലുണ്ട്. മക്കളെ കുറിച്ച് വളരെ ഭാരം. ഹല്ലേലൂയ. ആ മാതാപിതാക്കൾ എന്ത് ചെയ്തു? ദൈവസന്നിധി കരയുവാൻ തുടങ്ങി, ഉപവസിക്കുവാൻ തുടങ്ങി, ദൈവസന്നിധി ഇരിക്കുവാൻ തുടങ്ങി. ജോലി ഭാരങ്ങളും ശാരീരികമായ ക്ഷീണങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അവർ കർത്താവിന് വേണ്ടി ആമേ വില കൊടുത്തു. സ്തോത്രം. ആ പ്രതികൂലങ്ങളുടെ നടുവിലെ, പ്രതിസന്ധികളുടെ നടുവിൽ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അവർ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? ആ മക്കളെയൊക്കെ ദൈവം തൊട്ടു. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വന്നു. ആ കുടുംബത്തിനകത്ത് ദൈവിക സമാധാനം ഉണ്ടായി. ഇന്ന് മക്കൾക്ക് ദൈവത്തെ ആരാധിക്കുകയാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ദൈവം വിടുവിക്കുമെന്ന്. അപ്പം പ്രതികൂലങ്ങളിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. അപ്പം പ്രതികൂലം നമുക്ക് കടന്നു വരുമ്പോഴാണ് നാം ദൈവിക നന്മകൾ കാണുന്നത്. സ്തോത്രം. നമുക്കറിയാം, തട്ടാന്റെ കയ്യിൽ കിട്ടുന്ന ഒരു സ്വർണ്ണ കഷ്ണം, ഹല്ലേലൂയ,
അത് തീയിലിട്ട് ഉരുക്കി പല പ്രാവശ്യം ഉരുക്കി അതിനകത്തെ കീടങ്ങളെല്ലാം കളഞ്ഞ് അത് നന്നായിട്ട് അടിച്ചു പരത്തി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് അത് കോർത്ത് പിന്നീടത് സ്വർണ്ണക്കടയുടെ അലമാരിയിലേക്ക് വരുമ്പോൾ അല്ലയ്യ മനോഹരമായ ഒരു ആഭരണമായി മാറും. ഇതൊരു തീയിൽ കൂടെ പല പ്രാവശ്യം കടന്നുപോയി, അനവധി അടിയേറ്റു. എങ്കിലും പിന്നത്തേതിനെന്ത് ചെയ്തു? മനുഷ്യന്റെ കണ്ണുകൾക്ക് ഇമ്പമാകുന്ന കണ്ണുകൾക്ക് കണ്ണുകൾക്ക് ഇഷ്ടമാകുന്ന വിധത്തിൽ അത് മനോഹരമായ ഒരു ഉരുപ്പിടിയായി നല്ലൊരു ആഭരണമായി മാറിയതുപോലെ ദൈവം അങ്ങനെ ചില ശോധനയിലൂടെ നമ്മെ കടത്തി വിടും. എന്തിനാണ് നമ്മളെ തകർക്കുവാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. ഹല്ലേലൂയ. നാം ദൈവസന്നിധി മാനശിക്ഷ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ നമ്മെ ദൈവം തകർത്ത് കളയുവാനല്ല, അതിലൂടെ ദൈവം നമ്മെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന് കൊള്ളാകുന്നവളായി ദൈവത്തിന് നമ്മെ പുറത്തെടുക്കാൻ വേണ്ടി ചില മാനശിക്ഷയിലൂടെ ദൈവം കടത്തിവിട്ടേക്കാം. രക്തം ചെയ്യും. ഇന്ന് പകരം ഈ വചനം കേട്ടുകൊണ്ട് ശ്രോതാവേ, നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധി നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ പൗലോസിന്റെ ജീവിതത്തിൽ അടിമുടി മാറ്റം വരുത്തുവാൻ യേശുവിന് കഴിഞ്ഞു. ഹല്ലേലൂയ. ശൗൽ എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ ശൗൽ എന്ന് പറയുന്ന വ്യക്തിയെ ഒരപ്പോസ്തലനാക്കി മാറ്റിയെടുക്കുവാൻ കർത്താവിന് കഴിഞ്ഞു. ഇന്ന് ദൈവസഭയ്ക്ക് നൽകിയിരിക്കുന്ന അടിസ്ഥാന ലേഖനങ്ങൾ 14 പൗലോസിന്റെ കൈകൾ കൊണ്ട് എഴുതി ദൈവസഭയ്ക്ക് നൽകുവാൻ യേശുവിന് കഴിഞ്ഞെങ്കിൽ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന പ്രിയമാതാവ്, നിന്നിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. നിന്നിലൂടെ, നിന്റെ തലമുറയിലൂടെ, നിന്റെ മക്കളിലൂടെ, നിന്റെ ഭർത്താവിലൂടെ, നിന്റെ സഹോദരങ്ങളിലൂടെ ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബം വളരെ പ്രതിസന്ധിയിലായിരിക്കാം, പ്രതികൂലങ്ങളായിരിക്കാം. ഭയപ്പെടേണ്ട കേട്ടോ. ഹല്ലേലൂയ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിസ്സാര പ്രശ്നങ്ങൾ മതിയെന്നേ നമ്മൾ ഈ തകരാനായിട്ട്. ഒരുപാട് വിഷയങ്ങളൊന്നും വേണ്ട നമുക്ക് ഈ മനസ്സുകൊണ്ട് തകരാൻ. ചെറിയ ചെറിയ വിഷയങ്ങൾ വന്നാലും നമ്മൾ ഭാരപ്പെടും. എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ആരോഗ്യത്തോടെ ഓടി നടക്കുമ്പോഴായിരിക്കും നല്ലൊരു ജലദോഷം വരുന്നത്. നല്ലൊരു ജലദോഷവും കഫക്കെട്ടുമൊക്കെ വരുമ്പോൾ ഇന്നലെ വരെ യാതൊരു കുഴപ്പമില്ലായിരുന്നു, ഇന്നിപ്പം ജലദോഷം കഫക്കെട്ടും വയ്യ, തീരെ അസ്വസ്ഥത, നമ്മുടെ മനസ്സങ്ങ് തളരും. അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ഹല്ലേലൂയ. ഞാനടക്കം അങ്ങനെ. പക്ഷേ അതിനകത്തൊരു ദൈവ പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. കൂടെ ജലദോഷങ്ങളും കഫക്കെട്ടും പനിയൊക്കെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്തുള്ള അശുദ്ധമായതിനൊക്കെ പുറത്തേക്ക് തള്ളി നമ്മെ വീണ്ടും ഒന്ന് പണിതെടുക്കാൻ വേണ്ടി ആ പനിയിലൂടെ, ജലദോഷത്തിലോ കഫക്കെട്ടിലൂടെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന പറഞ്ഞുകൊണ്ട് നമ്മെ നന്നായിട്ടൊന്ന് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പം നമുക്ക് ചെറിയ പ്രശ്നം നമ്മൾ വളരെ വേദനിക്കും. നിങ്ങൾ ഭാരപ്പെട്ടു പോകരുത്. നിങ്ങളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. അപ്പം പൗലോസിന്റെ ജീവിതം മുഴുവനും കർത്താവ് തന്നോട് കൂടെ ഇരിക്കുന്നതിൽ അവൻ ആഗ്രഹിച്ചു. പൗലോസിന്റെ ജീവിതം മുഴുവൻ കർത്താവ് തന്നോട് കൂടെ ഇരിക്കണമെന്നുള്ളതായിരുന്നു. കർത്താവിന്റെ ആഗ്രഹം എന്താണ്? പൗലോസിന്റെ ജീവിതം മുഴുവൻ കർത്താവിനോട് കൂടെ പൗലോസ് ഇരിക്കണമെന്നുള്ളതാണ്. പൗലോസിന്റെ ആഗ്രഹം കർത്താവ് തന്നോട് കൂടെ ഇരിക്കണമെന്ന്. കർത്താവിന്റെ ആഗ്രഹം എന്താ? പൗലോസ് തന്നോട് കൂടെ ഇരിക്കണമെന്ന്. ഇത് തന്നെയാണ് സഹോദരൻ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ആഗ്രഹം എന്തായിരിക്കണം? നമ്മൾ ഈ ഭൂമി ജീവിക്കുന്നിടത്തോളം കാലം കർത്താവ് നമ്മോട് കൂടെ ഇരിക്കണമെന്നാണ്. നമ്മുടെ കർത്താവിന് നമ്മളെക്കുറിച്ച് എന്താ? നമ്മുടെ ഈ ലോക ജീവിതം കഴിയുന്നിടം വരെ നാം കർത്താവിനോട് ചേർന്നിരിക്കണമെന്നാണ്. ഹല്ലേലൂയ. പാസ്സാം അതുകൊണ്ട് എനിക്ക് ദൈവത്തോട് അടുത്തിരിക്കുന്നത് ഏറെ ഇഷ്ടം. ഹല്ലേലൂയ. അത് നിങ്ങൾ ദൈവത്തോട് അടുത്തിരിക്കണം. പ്രതികൂലങ്ങളിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. പ്രശ്നങ്ങളെ കണ്ട് ഭയപ്പെടരുത്. പ്രശ്നങ്ങളെ നിങ്ങൾ അഭിമുഖീകരിക്കണം. പ്രശ്നങ്ങളെ ജയിക്കണം. ഹല്ലേലൂയ. ഈ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങൾ ഓടി ഒളിക്കാൻ ശ്രമിക്കരുത്. ഹല്ലേലൂയ. ഓടിയിൽ ഒളിക്കാൻ കാടുകൾ കാണത്തില്ല. കാടുകൾ ഉണ്ടായിട്ടില്ലേ നമ്മൾ എവിടെ ഒളിച്ചാലും കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ പോലെ നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന പ്രതിസന്ധിയെ നാം തരണം ചെയ്യണം. ഹല്ലേലൂയ. അപ്പൊ പൗലോസ് കർത്താവിന്റെ കൂടെ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് അവന്റെ വശത്ത് നിൽക്കുന്നത് മാത്രമാകുന്നു. ഹല്ലേലൂയ. കർത്താവ് അവന്റെ വശത്ത് നിൽക്കുവാൻ ആഗ്രഹിക്കുക. അവന്റെ ബലം അതാണ്. പൗലോസിന്റെ ബലം എന്താണ്? യേശു തന്നോട് കൂടെയുള്ളതാണ്. അപ്പൊ പൗലോസ് കൂടെ ശക്തമായി ശുശ്രൂഷ ചെയ്യും വിധം കർത്താവ് അവനെ തട്ടി ഉണർത്തി. പ്രൈസ്. അത് സ്നേഹിത, നിങ്ങളിൽ ദൈവം ശക്തമായ താലന്തുകൾ പകർന്നിട്ടുണ്ട്.
നിങ്ങൾക്ക് ശക്തമായി ദൈവകൃപ തന്നിട്ടുണ്ട്, ഒരു അഭിഷേകം തന്നിട്ടുണ്ട്. നിങ്ങളുടെ മേൽ വലിയൊരു ദൈവ വിളിയുണ്ട്. അതിനകത്ത് ആത്മാവിന്റെ ഫലങ്ങളും വരങ്ങളും ഉണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ അറിയാതെ കിടക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന താലന്തുകൾ, നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ആത്മാവിന്റെ ഫലങ്ങളും വരങ്ങളും നിങ്ങൾ അറിയാതെ കിടക്കുക. അത് നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയിട്ട് ദൈവം നിങ്ങളെ ഒരുപക്ഷെ തൊട്ടെന്ന് വന്നേക്കാം. അതല്ലേ പൗലോസിന് സംഭവിച്ചത്. ഹല്ലേലൂയ. പൗലോസിന്റെ ഉള്ളിൽ വലിയ താലന്തുകളുണ്ട്. പൗലോസിന്റെ ഉള്ളിൽ വലിയ അഭിഷേകം ദൈവം കൊടുക്കുക. അവരിൽ കൂടെ ആത്മാവിന്റെ വരങ്ങളും ഫലങ്ങളും പുറത്തു വരണം. അതിനുവേണ്ടി നമ്മുടെ പൗലോസിനെ ദൈവം ഒന്ന് തൊട്ടു. അത് നന്മയ്ക്കായി കൂടി ആവരിച്ചു. പ്രൈസലോ. അതെ, ഇന്ന് പകൽ നിന്റെ ഉള്ളിലുള്ള ദൈവകൃപ നിനക്കൊന്ന് വെളിപ്പെടുത്തി തരാൻ വേണ്ടി, നിന്റെ മേലുള്ള അഭിഷേകം നിനക്കൊന്ന് വെളിപ്പെടുത്തി തരാൻ വേണ്ടി, ആത്മാവിന്റെ ഫലങ്ങളും വരങ്ങളും നിന്നെ ഒന്ന് അറിയിക്കാൻ വേണ്ടി ചില കഷ്ടതയിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വരും. പ്രൈസലോ. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനം 1:12 വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനായി തീർന്ന ശേഷം. എങ്ങനെ നമ്മൾ കൊള്ളാകുന്നവനായി തീർന്നത്? കൊള്ളരുതാത്തതൊക്കെ പലതും ഉണ്ടെന്നുള്ളതാണ്. പൗലോസിനോട് ചിന്തിച്ചാലേ, പരീക്ഷ സഹിക്കുന്ന പൗലോസ് അവൻ കൊള്ളാകുന്നവനായി തീർന്ന ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും ജീവകിരീടം. കണ്ട പൗലോസ് വിനത്തെ എന്ത് ചെയ്തു? ജീവകിരീടം പ്രാപിക്കേണ്ടതായി. അപ്പൊ നമുക്ക് ചെറിയ ശോധനകളൊക്കെ കടന്നു വരാം, പ്രശ്നങ്ങൾ കടന്നു വരാം. അതിനകത്ത് ഒരിക്കലും നിങ്ങൾ തളർന്നു പോകരുത്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്. മത്തായിയുടെ സുവിശേഷം 28-20 നിങ്ങൾ വായിക്കണം. വായിച്ചിട്ട് സന്തോഷിക്കണം. എന്തായാലും സന്തോഷിക്കുക മാത്രമേ നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്, സഹോദരി, ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന സഹോദരൻ, നിങ്ങളുടെ ഭാര്യ പറഞ്ഞു, ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ടാകുന്നു. നിങ്ങളുടെ മാതാപിതാക്കളോ നിങ്ങളുടെ സ്നേഹിതോ നിങ്ങളുടെ ചങ്ക എന്നൊക്കെ പറയുന്ന ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും അവർ പറയത്തില്ല. കാരണം പറയാനുള്ള ഒരു വകുപ്പുമില്ല. എന്നാൽ ഈ കാണുന്ന ലോകത്തെ മുഴുവൻ വീണ്ടെടുത്ത്, മാനവകുലത്തെ മുഴുവൻ വീണ്ടെടുത്ത് നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ കരുതുന്ന കർത്താവായ യേശുക്രിസ്തു പറയാണ്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെയുണ്ട്. യേശു യോബിനോട് പറഞ്ഞു, യോബിനോട് പറഞ്ഞു, യോബേ, നീ ഭയപ്പെടേണ്ട, നീ ഭാരപ്പെടേണ്ട. എല്ലാം നിനക്ക് പ്രതികൂലമായിരുന്നാലും പ്രതികൂലങ്ങളിൽ നീ വിശ്വസിച്ചുകൊണ്ട് ഉറച്ചു നിൽക്ക്. ഞാനോ ലോകാവസാനത്തോളം നിന്നോട് കൂടെയുണ്ടെന്ന് യോബിനോട് ദൈവം സംസാരിച്ചു കാണും. ഹല്ലേലൂയ. പൗലോസിന്റെ ജീവിതത്തിൽ അതികഠിനമായ കഷ്ടത വന്നു കഴിഞ്ഞപ്പോൾ, പൗലോസിനെ ദൈവം സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, പൗലോസിനോട് നമ്മുടെ കർത്താവ് സംസാരിച്ചു, പൗലോസേ, നീ ഭാരപ്പെടേണ്ട, ഞാൻ ലോകാവസാനത്തോളം നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞവൻ നമ്മുടെ യേശു മാത്രമേ കേട്ടോ. രക്തം ചെയ്യും. അവിടെ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ലോകത്തിൽ ആരും നിന്നോട് കൂടെ ലോകാവസാനത്തോളം ഇരിക്കുന്നു പറയത്തില്ല. പറഞ്ഞാൽ അത് ശരിയാകുന്നില്ല. പക്ഷെ അങ്ങനെ പറയുവാൻ കഴിയുന്നത് നിന്റെ ആത്മമണവാളനായിരിക്കുന്ന യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. അല്ലേ? യഥാർത്ഥത്തിൽ നിങ്ങളുടെ മണവാളൻ യേശുവാ കേട്ടോ. യഥാർത്ഥത്തിൽ നിങ്ങളുടെ മണവാളൻ യേശുവാ. നിങ്ങൾ മണവാട്ടിയാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മുന്നോട്ട് യാത്ര ചെയ്യുന്ന സകല വ്യക്തിയുടെയും ആത്മമണവാളൻ, ഹല്ലേലൂയ, 10,000 സുന്ദരനായിരിക്കുന്ന വെണ്മയും ചുമപ്പുമുള്ള നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. നിങ്ങൾ കർത്താവിന്റെ മണവാട്ടിയാണ്. അല്ലേ? അതുകൊണ്ട് നിങ്ങൾ കർത്താവിൽ ഉറച്ചു വിശ്വസിക്കണം. ലോകാവസാനത്തോളം നിങ്ങളോട് കൂടിയിരിക്കുന്ന ഒരു നല്ല യേശു ഉണ്ട്. അല്ലേ? ഇന്ന് പകൽ ഈ ദൈവത്തിന്റെ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ എന്നോട് കൂടെ നിങ്ങൾക്കൊന്ന് പറയാൻ കഴിയുമോ? എന്റെ സഹോദര സഹോദരി, എന്റെ മാതാവ്, നിങ്ങൾക്കൊന്ന് പറയാൻ കഴിയുമോ? ഞാൻ എന്റെ യേശുവിന്റെ മണവാട്ടിയാണെന്ന് പറയാൻ കഴിയുമോ? യേശു എന്റെ മണവാളനാണ്. അവൻ ലോകാവസാനത്തോളം എന്നോട് കൂടെയുണ്ട്. പ്രതിസന്ധികളിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ കർത്താവിന്റെ കരം പിടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ തളർന്നു പോകുകയില്ല. സകലവും നന്മയ്ക്കായിട്ടാണ് എന്നെ കൂടി വ്യാപരിപ്പിക്കുന്നത്. ഞാൻ ഇന്നൊരു ബാലശിക്ഷ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ദൈവിക ലക്ഷ്യമുണ്ട്, ദൈവിക പദ്ധതിയുണ്ട്. എന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന താലന്തുകളെ കർത്താവിനൊന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തീയിൽ കൂടി എന്ന പോലെ ഞാൻ ചിലപ്പോൾ കടന്നു പോകും. അതിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമുക്ക് കഷ്ടങ്ങൾ കടന്നു വരുമ്പോഴേ, നമുക്ക് പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ ദൈവത്തെ ആരാധിക്കണം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കണം. ഹല്ലേലൂയ. കർത്താവാണ് നമ്മുടെ ഉറ്റ മിത്രം.
ഹല്ലേലൂയ. കർത്താവാണ് നമ്മുടെ നല്ല സ്നേഹിതൻ. കർത്താവാണ് നമ്മുടെ മൂത്ത ജ്യേഷ്ഠൻ. ഹല്ലേലൂയ. നമ്മെ കരങ്ങളിൽ എടുത്ത് താലോലിക്കുന്ന, നമ്മളെ കരങ്ങളിൽ ചേർത്ത് പിടിക്കുന്ന, ഒരമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കുന്ന, ഹല്ലേലൂയ, ഇത്രമാത്രം സ്നേഹം തരുന്നത് യേശു മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഞാനിതൊക്കെ പറയാൻ കാരണം എന്റെ ജീവിതത്തിന്റെ ഒറ്റപ്പെട്ട അനുഭവങ്ങളിൽ, സങ്കടത്തിന്റെ അനുഭവങ്ങളിൽ, പരീക്ഷയുടെ നടുവിൽ, പരിശോധനയുടെ നടുവില് പലപ്പോഴും തകർന്നു പോകാമായിരുന്ന സന്ദർഭങ്ങൾ, പ്രതികൂലങ്ങൾ ഒക്കെ വന്നപ്പോ എന്ത് ചെയ്തു? പ്രതികൂലങ്ങളിൽ ഞാൻ തളരാതെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. രക്തം ചെയ്യും. അപ്പൊ ഞാൻ പ്രതികൂലങ്ങളിൽ വിശ്വാസത്തിൽ ഉറച്ചു നിന്നത് കൊണ്ടാണ് ഇന്ന് ഞാൻ കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസിനെ കാത്തു സൂക്ഷിച്ചൊരു ദൈവമുണ്ട്, യോബിനെ കാത്തു സൂക്ഷിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവം എന്നെയും കാത്തു സൂക്ഷിച്ചു. എന്നെ കേൾക്കുന്ന സഹോദര സൂര്യ, ആ ദൈവം നിന്നെയും കാത്തു സൂക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തന്റെ മക്കൾ വേദനിക്കുന്നത് ദൈവം ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ നാം മനുഷ്യനായി ഭൂമി ജീവിക്കുമ്പോൾ നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് മാത്രമാണ് നടക്കുന്നത്. നമ്മൾ ജഡത്തിൽ വസിക്കുന്നത് കൊണ്ട്, ജഡത്തിൽ നാം ജീവിക്കുന്നതുകൊണ്ട്, ജഡത്തിൽ നമുക്ക് കഷ്ടതയുണ്ട്. അല്ലെങ്കിൽ ജഡത്തിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. അതിനെ കണ്ട് നീ ഭയപ്പെട്ടു പോകരുത്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാരെ രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. അപ്പൊ ഇവിടെ ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നുവെന്ന് നമ്മുടെ കർത്താവ് പറയുക. ഹല്ലേലൂയ. അപ്പൊ ഇത് കർത്താവ് പറഞ്ഞ വാക്കാ കേട്ടോ. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം, ഹല്ലേലൂയ, 49 അധ്യായം അതിന്റെ 15-16 വാക്യം വായിക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെ പറയുന്നത്: ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവൾ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. ഹല്ലേലൂയ. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? ഹല്ലേലൂയ. സ്തോത്രം. താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കോ എന്ന് അവർ മറന്നു കളഞ്ഞാൽ ഞാൻ നിന്നെ മറക്കും. അപ്പം എല്ലാവരും പറയും സ്വന്തം കുഞ്ഞിനെ ആരും മറക്കത്തില്ല എന്നൊക്കെ പറയും. അത് വെറുതെ പറയുന്നതാണ്. പ്രസവിച്ച ഉടനെ എത്രയോ സഹോദരിമാരാണ് കുഞ്ഞുങ്ങളെ ആശുപത്രിയുടെ ബെഡിൽ ഉപേക്ഷിച്ചിട്ട് പോയത്. എത്രയോ ചോര കുഞ്ഞുങ്ങളെയാണ് തുണിയിൽ പൊതിഞ്ഞ് അല്ലെങ്കിൽ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയത്. എത്രയോ കുഞ്ഞുങ്ങളെയാണ് മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റിൽ എറിഞ്ഞത്. എത്രയോ കുഞ്ഞുങ്ങളെയാണ് വേണ്ടെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് വിലയ്ക്ക് കൊടുക്കുന്നത്. അപ്പൊ ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കും. താൻ പ്രസവിച്ച മകനോട് കരുണ കാണിക്കാതെ വരും. അവർ മറന്നു കളഞ്ഞാലും, ഹല്ലേലൂയ, ഞാൻ നിന്നെ മറക്കയില്ലെന്ന് യേശുവാ പറഞ്ഞേ. അത് നിന്നെ സ്നേഹിച്ചവര്, നിന്നെ കരുതി, നിനക്ക് ജന്മം തന്നവർ പോലും, ഹല്ലേലൂയ, നിന്നെ മറന്നു കളഞ്ഞാലും നിന്നെ ഉപേക്ഷിച്ചാലും യേശു പറയും ഞാൻ നിന്നെ മറക്കയില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 16 വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്: ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. അല്ലെങ്കിൽ നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു. അതേ, ദൈവം തന്റെ ഉള്ളം കരങ്ങളിൽ നമ്മെ വരച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തളർന്നു പോകരുത്. ഹല്ലേലൂയ. അപ്പൊ യേശു പറയും ഞാൻ നിങ്ങളുടെ വശത്തുള്ളത് കൊണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങൾ ഒരിക്കലും അനാഥനല്ലെന്ന്. അതിനെക്കുറിച്ച് നാം വേദപുസ്തകം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 10 അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 28 വാക്യം പറയുന്നു: അല്ലെങ്കിൽ ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാൾ നശിച്ചു പോകുകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല. ഹല്ലേലൂയ. ആരും കർത്താവിന്റെ കയ്യിൽ നിന്ന് നമ്മെ പിടിച്ചു പറിക്കത്തില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക, നിങ്ങൾ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ പിടിച്ചു പറിക്കാൻ പിശാചിന് കഴിയില്ല. കാരണം ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു, തന്നെ അനുഗമിക്കുകയും താൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുകയും ചെയ്യുന്നു. അവർ പിതാവിന്റെ കയ്യിൽ സുരക്ഷിതരാണ്. പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയില്ല. ഹല്ലേലൂയ. അപ്പം പിതാവിന്റെ കയ്യിൽ നമ്മെ പിടിച്ചു പറിക്കുവാൻ ശത്രുവിന് കഴിയില്ല കേട്ടോ. നമ്മൾ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ മുഴുവൻ സുരക്ഷിതത്വമുണ്ട് കർത്താവിന്റെ കരങ്ങളിലാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവ്, പിതാവ്, നിങ്ങൾ ഒരിക്കലും ഒരു കാര്യത്തിലും തളർന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ജീവിച്ച് കാണിക്കണം. ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങൾ ഏകാന്തതയുടെ നടുവിൽ കടന്നു പോയേക്കാം. ഒറ്റപ്പെട്ട അനുഭവങ്ങളായിരിക്കാം. നിങ്ങൾ ഒരുപാട് പരിഹാസങ്ങളും നിന്ദകളും വേദനകളും ഒക്കെ അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കാം. അതിന്റെ നടുവിൽ നിങ്ങൾ തളർന്നു പോകരുത്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഏകനായിട്ട് കടന്നു വന്ന ചില സാഹചര്യങ്ങളാണ്. ഒരുപാട് നിന്ദകളും അപമാനങ്ങളും പരിഹാസങ്ങളും വെല്ലുവിളികളും ഒക്കെ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞിടെ കടന്നു വന്നു.
പക്ഷെ ഞാനത് കണ്ട് തളർന്നില്ല. കൊടുങ്കാറ്റ് ആഞ്ഞു വീശുമെന്ന് എനിക്കറിയാം. ആ കൊടുങ്കാറ്റിനെ ആഞ്ഞു വീശുമ്പോൾ മരങ്ങൾക്ക് നിൽക്കുവാനുള്ള ശക്തിയും ബലമൊക്കെ ദൈവം കൊടുക്കുന്നത് പോലെ, അതല്ലേ കൊടുങ്കാറ്റ് ആഞ്ഞു വീശിയാലും മനുഷ്യനെ ദൈവം ഭൂമിയിൽ കാലുറപ്പിച്ച് നിൽക്കാൻ കുറവ് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഞാനും ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, വെല്ലുവിളികൾ കടന്നു വരുമ്പോൾ, നിന്ദകൾ അപമാനങ്ങൾ കടന്നു വരുമ്പോൾ, ആ പ്രതികൂലങ്ങളിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാൻ എന്നെ സഹായിക്കണമെന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞപ്പോൾ, കർത്താവ് എനിക്ക് ആത്മാവിൽ നിറവും ആത്മചൈതന്യവും ഒക്കെ തന്നിട്ട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദര സൂര്യ, യേശുവിനോട് പറയുന്നത്, നീ ഭയപ്പെടേണ്ട, നീ വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ മതി. അപ്പൊ കർത്താവ് നമ്മളെ എന്ത് ചെയ്യുന്നു? നല്ലൊരു ഉള്ളംകരങ്ങളിൽ വരച്ചിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്തോത്രം യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 15-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം പറയുന്നു, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിനും മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയില്ല. അല്ലേ? അപ്പൊ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ വസിക്കണം. ലോകക്കാരോടൊപ്പം, ലോകത്തിലുള്ളവരോട്, ലോകത്തിന്റെ മോഹങ്ങളിൽ, ലോകചിന്തകളിൽ അല്ല നിങ്ങൾ വസിക്കുകയും ജീവിക്കുകയും ചെയ്യേണ്ടത്. നിങ്ങളെ ഉള്ളംകരങ്ങളിൽ വഹിച്ച് നിങ്ങൾക്ക് പിതാവായിട്ടുള്ള, നിങ്ങളെ സ്നേഹിക്കുന്ന, കരുതുന്ന, നിങ്ങളുടെ ആത്മമണവാളനായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, വസിക്കണം. ഹല്ലേലൂയ. നമ്മൾ യേശുവിൽ വസിക്കുമ്പോൾ യേശു നമ്മളിലങ്ങ് വസിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നാം ദൈവത്തോട് ചേർന്നിരിക്കണം. ഹല്ലേലൂയ. നമുക്ക് എവിടെയാണ് ജീവിതത്തിൽ കുറവ്, എവിടെയാണ് ബലഹീനത, അത് നാം തിരിച്ചറിഞ്ഞിട്ട് കർത്താവോട് ചേർന്ന് പറ്റിയിരിക്കണം കേട്ടോ. ഹല്ലേലൂയ. ഇവിടെ സ്തോത്രം. അപ്പൊ നമ്മൾ മുന്തിരിവള്ളിയും കർത്താവും മുന്തിരിവള്ളിയും കൊമ്പുകളും തമ്മിൽ എത്രമാത്രം ചേർന്നിരിക്കുന്നുവോ, അതുപോലെ കർത്താവ് നമ്മളോടും ചേർന്നിരിപ്പാൻ ആഗ്രഹിക്കുക. നമ്മൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നത് പോലെ തന്നെ കർത്താവ് നമ്മോടും ചേർന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോടൊരു വാസ്തവമായ കാര്യം പറയാം. നിങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ കണ്ണ് തെളിച്ച് എഴുന്നേക്കുന്ന, കണ്ണ് തുറക്കുന്നത്, നിങ്ങൾ കഴിഞ്ഞ രാത്രി കിടന്നതാണ്, നിങ്ങൾ ഉറങ്ങി രാവിലെ എഴുന്നേക്കുന്ന, നിങ്ങൾ കണ്ണ് തുറന്ന് എഴുന്നേൽക്കാൻ കാരണം കർത്താവാണ്. അല്ലേ? നിങ്ങൾ കണ്ണു തുറന്ന് പ്രഭാതം കാണുമ്പോൾ നേരം വെളുത്തു എഴുന്നേൽക്കണം, ജോലിക്ക് പോകണം, എന്നൊക്കെയുള്ള ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ വരുവാനും നിങ്ങളെ കിടക്കയിൽ നിന്ന് തട്ടി ഉണർത്തുന്നതെല്ലാം യേശുവാണ്. പ്രൈസ് ദി ലോർഡ്. ചിലരൊക്കെ പറയും, ഞങ്ങളുടെ കഴിവുകൊണ്ടാണ്, ഞങ്ങൾ അലാറം വെച്ചതുകൊണ്ട് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റെന്നൊക്കെ പറയും. എന്നെ കേൾക്കുന്ന അലാറം പോലും കേൾക്കാതെ കിടന്നുറങ്ങുന്ന സമയമുണ്ട്. അല്ലേരിയ. നമ്മൾ അലാറം വെച്ച് കിടന്നാലും ആരെല്ലാം നമ്മെ വിളിക്കാമെന്ന് പറഞ്ഞാലും യേശു നമ്മെ തട്ടി ഉണർത്തുന്നത് കൊണ്ടാണ് പ്രഭാതത്തിൽ എഴുന്നേക്കുന്നത്. അത് പറയാൻ കാരണം, ഞാൻ ചില സന്ദർഭങ്ങളിൽ യാത്രകളൊക്കെ ചെയ്യേണ്ട സമയങ്ങളിൽ, പ്രഭാതത്തിൽ യാത്ര ചെയ്യേണ്ട സമയങ്ങളിൽ ചിലപ്പോൾ അലാറം വെച്ച് കിടന്നിട്ടുണ്ട് നേരത്തെ എഴുന്നേക്കാൻ വേണ്ടി. പക്ഷെ ചില സമയങ്ങളിൽ അലാറം കേൾക്കാതെ പോയിട്ടുമുണ്ട്. അപ്പൊ അലാറം വെച്ചതുകൊണ്ടും നമുക്ക് എഴുന്നേക്കാൻ കഴിയത്തില്ല. ചില സാഹചര്യങ്ങൾ അതുപോലും മറന്നു. എന്നാൽ നാം കടന്നു പോകേണ്ട യാത്രയിൽ, കടന്നു പോകേണ്ട വഴിക്ക്, നാം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ചെയ്യുവാൻ നമ്മെ കിടക്കയിൽ നിന്ന് തട്ടി ഉണർത്തി എഴുന്നേൽപ്പിച്ച് നമുക്ക് ആരോഗ്യം തന്ന്, ബലം തന്ന്, നമ്മുടെ നയ്യാണികൾ ഉറപ്പിച്ച് നമ്മൾ അന്നേ ദിവസം എടുത്ത തീരുമാനത്തിലേക്ക് നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നത് സർവശക്തനായ ദൈവമായി. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ തനിച്ചല്ല. ഹല്ലേലൂയ. സദാസമയം യേശു നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ഹല്ലേലൂയ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാണ്. അങ്ങനെ പ്രതികൂലം കടന്നു വരുമ്പോൾ അതിനകത്ത് നന്മയുണ്ട്. ആ നന്മ നിനക്ക് വേണ്ടി കൂടി വ്യാപരിപ്പിക്കും. ഹല്ലേലൂയ. രക്തം ചെയ്യും. അപ്പം ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ കലങ്ങിപ്പോകരുത്. ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. കരച്ചിലും മാത്രമാണെങ്കിലും നിങ്ങൾ ചിരിക്കാൻ പഠിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, ദാരിദ്ര്യമുണ്ട്, സാമ്പത്തിക ക്ലേശമുണ്ട്, ജോലിയില്ലാത്ത വിഷയമുണ്ട്, കടങ്ങളുണ്ട്, കെണികളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഒരുപാട് കുടുംബ ഉത്തരവാദിത്തങ്ങളുണ്ട്. മക്കളെക്കുറിച്ച്, ഭർത്താവിനെക്കുറിച്ച്, മാതാപിതാക്കളെക്കുറിച്ച്, ബന്ധുക്കളെക്കുറിച്ച്, അയൽവാസികളെക്കുറിച്ച്, നിന്റെ ജീവിതത്തെക്കുറിച്ച് എല്ലാം നിങ്ങൾക്ക് ഒരുപാട് ഭാരമുണ്ട്. അങ്ങനെ നിങ്ങളുടെ മനസ്സ് വേവനാതി പിടിച്ച് നിങ്ങൾ ദുഃഖിതരായി മാറാതെ നിങ്ങളെപ്പോഴും ചിരിച്ച മുഖത്തോടെ അതിനെ നേരിടാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെപ്പോഴും സന്തോഷവാനായിരിക്കണം, സന്തോഷവതിയായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. കാരണം നമ്മൾ സഹിക്കേണ്ട സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനകളും എല്ലാം നമ്മുടെ കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി വഹിച്ചു.
രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്നെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, നിന്നെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട്, നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്, നിന്നെ കർത്താവ് സ്നേഹിക്കുന്നത് എത്ര വലിയതാണെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. പൗലോസ് എന്ന് പറയുന്ന മനുഷ്യനെ കർത്താവിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പൗലോസിനെ ദൈവം ചില ശോധനയിലൂടെ കടത്തിവിട്ടു. ഹല്ലേലൂയ. ആദിമ സഭയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, അപ്പോസ്തലന്മാരെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ, അവരെല്ലാം വളരെ പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയവരാണ്. പ്രതികൂലങ്ങൾ കടന്നു വന്നപ്പോൾ പ്രതികൂലങ്ങളിൽ അവർ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ഉറച്ചു നിന്നു. ഹല്ലേലൂയ. അവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിച്ചു. അവർ പിറുപിറുക്കല്ല ചെയ്തത്, അവർ ദൈവത്തിന് വിശ്വാസത്തോടെ നിന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നിന്റെ കുടുംബത്തിനകത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ നിന്റെ കണ്ണുനീരൊപ്പുവാൻ ലോകത്തിൽ ആർക്കും കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞിട്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. പ്രതികൂലങ്ങളെ കണ്ട് നീ തകരരുത്. പ്രതിസന്ധികളെ കണ്ട് നീ തളർന്നു പോകരുത്. അത് ശാരീരികമായി മാനസികമായി രോഗമായിരുന്നാലും, ഏതെല്ലാം നിലയിൽ നിന്നെ തകർക്കുന്ന പ്രതിസന്ധികൾ നിനക്ക് നേരെ കടന്നു വന്നാലും, നീ ജീവിതത്തിൽ ഒറ്റപ്പെട്ട അനുഭവത്തിൽ കടന്നുപോയാലും, ഹല്ലേലൂയ, നീ തളരരുത് കേട്ടോ. നീ തളരരുത്. നീ തളരാൻ എൻ്റെ യേശു അനുവദിക്കുന്നില്ല. കാരണം യേശു സ്നേഹമാണ്. ഹല്ലേലൂയ. നിന്നെ സ്നേഹിക്കുന്നവൻ യേശു മാത്രം. ഹല്ലേലൂയ. കർത്താവ് ഒരിക്കലും നീ കൈവിട്ട് കളയില്ല. ഹല്ലേലൂയ. മനുഷ്യൻ നമ്മളെ കൈവിടുമെന്ന്, മനുഷ്യരെല്ലാം നമ്മളെ കൈവിടും. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, മനുഷ്യൻ ശാരീരികമായി വളരെ രോഗത്തിലൂടെ കടന്നുപോകും. രോഗം മനുഷ്യനുണ്ടാവും. അപ്പൊ ഞാൻ കഴിഞ്ഞ ചില നാളുകളായിട്ട് വളരെ ശാരീരികമായ ക്ഷീണങ്ങളും പ്രയാസങ്ങളും, ചില സർജറികളെയൊക്കെ നേരിടേണ്ടി വന്നു, ചില പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വന്നപ്പം എന്നോട് പലരും ചില ചോദ്യചിഹ്നങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പം ഞാൻ അവരോടൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. കാരണം എന്നിൽ കൂടി ദൈവത്തിന് പ്രവർത്തിക്കാനുണ്ട്. എന്നെ ദൈവം ഒന്ന് ഒരുക്കിയെടുക്കുക, ഒന്ന് പണിതെടുക്കുക. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സന്തോഷിക്കുന്നു എന്ന് ഞാൻ പലരോടും പറഞ്ഞു. അല്ലാതെ എന്നെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുമ്പോൾ ഞാൻ അത് കേട്ടിട്ട് ഭാരപ്പെട്ടു പോകത്തില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ആകുന്ന വ്യക്തിയല്ല കേട്ടോ. ഹല്ലേലൂയ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് അത് കേട്ടിട്ട് പോയിരുന്ന് കരയുക, നിലവിളിക്കുക, അതോർത്ത് പോയി ഇത് പിറുപിറുക്കുക, അത് കണ്ടിട്ട് പിന്നെ ഒഴുകി പറഞ്ഞ ഹല്ലേലൂയ, എനിക്കാരുമില്ല, എന്നെ ആർക്കും സ്നേഹമില്ല, എന്നെ ആരും കരുതുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഈ പിറുപിറുപ്പിന്റെ അനുഭവം എന്റെ ജീവിതത്തിലില്ല കേട്ടോ. ഞാൻ എന്നെ ആരെതിർത്ത് പറഞ്ഞാൽ, നിന്ദിച്ച് പറഞ്ഞാൽ ഞാനത് സന്തോഷിക്കും. കാരണം എന്നെക്കുറിച്ചുള്ള പ്ലാൻ ദൈവത്തിനാ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്നെക്കുറിച്ചുള്ള പ്ലാൻ ദൈവത്തിന്, ലോകക്കാർക്കല്ല കേട്ടോ. ഹല്ലേലൂയ. നിന്നെക്കുറിച്ചുള്ള പ്ലാനും പദ്ധതിയും ലക്ഷ്യവും ഒക്കെ ദൈവത്തിനുള്ളതാ. അത് ലോകത്തിന് ദൈവം കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ ലോകക്കാർക്ക് ദൈവം കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ ദൈവത്തിന്റെ കാര്യങ്ങൾ സുരക്ഷിതമാണ്. അതാണ് ദൈവത്തിന് പറയുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, ഹല്ലേലൂയ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്. വാക്കി നിങ്ങൾ എന്നോടൊപ്പം ചേർന്ന് പറയാം. നിങ്ങൾക്ക് വാക്യം അറിയാവോ? നിങ്ങൾ എന്നോടൊപ്പം ചേർന്ന് പറ. നിങ്ങൾ ബൈബിൾ വായിക്കണം കേട്ടോ. ബൈബിൾ വായിച്ചിട്ട് ദൈവവചനം നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അപ്പൊ വേദപുസ്തകം വായിക്കുന്ന ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അത് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ദൈവത്തെ സ്നേഹിക്കുന്ന നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഈ ലോകത്തിൽ ഒരു മനുഷ്യനെ കണ്ണ് കണ്ടിട്ടില്ല, ഒരു മനുഷ്യനെ ചെവി കൊണ്ടത് കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിന് തോന്നിയിട്ടുമില്ല. അത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. അത് സമയത്ത് ദൈവം നിന്നിൽ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. കരഞ്ഞു കലങ്ങിയ മനസ്സുമായി, വേദനയോടെ ദുഃഖത്തോടെ കൂടി നീ കടന്നു പോകുന്ന പ്രതിസന്ധികളുടെ നടുവിൽ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷാകരമായ അനുഭവത്തെ അത് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. ഇന്ന് പകൽ നീ തളരരുത്, നീ ക്ഷീണിച്ചു പോകരുത്. ഹല്ലേലൂയ. കരഞ്ഞ് കലങ്ങിയ മനസ്സുമായി നീ നിരാശരായി ദുഃഖിതരായി മാറിപ്പോ ആ ഒരു അനുഭവത്തിലേക്ക് നീ പോകരുത്. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നാം ദൈവത്തിന്റെ ഭജനത്തിലേക്ക് വരണം. അപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തിന്റെ ഭജനം വായിക്കും കാണുന്നുണ്ട്. 116 സംഗീതത്തിലേക്ക് വരുമ്പോഴൊക്കെ, അല്ലെങ്കിൽ 118 സംഗീതത്തിലൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട് എന്താ? യഹോവ എന്റെ പക്ഷത്തുണ്ട്. ഹല്ലേലൂയ. വചനം പറയാണ്, യഹോവ എന്റെ പക്ഷത്തുണ്ടെന്ന്. അതേപറ്റി നമ്മുടെ പക്ഷത്ത് ദൈവമുണ്ട്. ദൈവം നമ്മുടെ പക്ഷത്ത് ഉള്ളത് കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ 118 സംഗീതത്തിന്റെ 6 വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. സ്തോത്രം. യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവം നിന്റെ പക്ഷത്തുണ്ടെങ്കിൽ, ദൈവം നിന്റെ പക്ഷത്തുള്ളത് കൊണ്ട് മനുഷ്യൻ എന്നോട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. മനുഷ്യർ ഒരുപാട് സൂത്ര പദ്ധതികളുമായി നിരക്ക് നേരെ കടന്നു വരും. നിന്നെ തകർക്കുമെന്ന് അവർ പറയും.
നിനക്ക് നേരെ കണ്ണുരുട്ടിയും മുഖം വീർപ്പിച്ചും പല്ല് കടിച്ചും ഞറുമിയൊക്കെ ചെല്ലി വരും. അല്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ? സാധാരണ ചില നിങ്ങൾക്ക് നിങ്ങളോട് ആർക്കെങ്കിലും എന്ത് എതിർപ്പുണ്ടെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ കണ്ണൊക്കെ അങ്ങോട്ട് ഉരുട്ടി മുഖമൊക്കെ അങ്ങോട്ട് കറുപ്പിച്ച് പല്ലൊക്കെ കടിച്ച് ഞറുമി ഉരുമി എന്തോ ഒരു വല്ലാത്തൊരു അനുഭവത്തിലൂടെ വരുന്നത് കണ്ടിട്ടില്ലേ? എന്തിനാ നിങ്ങൾ ആ മനുഷ്യനെ കണ്ടിട്ട് പേടിക്കുന്നത്? അങ്ങനെയുള്ളവർ കണ്ട് നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? കർത്താവ് പറയും, യഹോവ എന്റെ സംഗീതക്കാരൻ പറയും, യഹോവന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യനോട് എന്ത് ചെയ്യും? അത് നിങ്ങൾക്കെതിരെ മനുഷ്യൻ പിശാചിന്റെ രൂപത്തിൽ വരുമെന്ന്. മനുഷ്യനെ അല്ലെങ്കിൽ പിശാചി എടുത്ത് ഉപയോഗിക്കും. നിങ്ങൾക്ക് നേരെ മനുഷ്യൻ പിശാചിന്റെ രൂപത്തിൽ വരും. അവൻ കണ്ണുരുട്ടി കാണിക്കും. അല്ലേ? അപ്പം മനുഷ്യൻ എന്ത് ചെയ്യും? കണ്ണുരുട്ടി കാണിക്കും. അവന്റെ മുഖം കറുക്കും. അവന്റെ നാവും ചുണ്ടും വിരലുകളും ശരീരവാസനം വിറയ്ക്കും. നിന്നെ നിനക്കെതിരെ പല്ല് ഞറമ്മി കടിച്ചു കേൾപ്പിക്കും. അത് പിശാചിന്റെ പ്രവൃത്തിയാ. അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ഓർത്തോണം, ആ മനുഷ്യൻ വ്യാപരിക്കുന്ന സാത്താന്റെ ശക്തി നിങ്ങൾ ചിന്തിച്ചോളൂ. ദൈവം ആ മനുഷ്യനോട് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എതിരെ ആ മനുഷ്യൻ തെറ്റായിട്ട് ചിന്തിക്കുന്നില്ല. നിങ്ങളുടെ ബലഹീനതകൾ കണ്ട് നിങ്ങളെ സ്നേഹിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ കണ്ടിട്ട് ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു ഒരു നീതിമാനെയും കണ്ടില്ല. ഇവിടെ യേശുക്രിസ്തു ഒരു നീതിമാനെയും കണ്ടില്ല. യേശു കണ്ടത് മുഴുവൻ പാപികളെയാണ്. അല്ലേ? ഒരിക്കൽ വ്യഭിചാര കുറ്റത്തിൽ പിടിച്ച ഒരു സ്ത്രീയെ യേശുവിന്റെ മുമ്പിൽ അന്ന് പരീശന്മാരും എല്ലാവരും കൂടെ കൊണ്ടുവന്നു. അവരെല്ലാം കൂടെ യേശുവിനോട് പറഞ്ഞു, ഗുരു, ഇവളെ ഞങ്ങൾ വ്യഭിചാര കുറ്റത്തിൽ പിടിച്ചതാ. മോശയുടെ പ്രമാണം അനുസരിച്ച് ഇവിടെ കല്ലെറിഞ്ഞു കൊല്ലണം. നീ എന്ത് പറയുന്നു? അല്ലേ? നമ്മുടെ കർത്താവ് എന്ത് ചെയ്തു? അവരുടെ വാക്കുകൾ കേട്ട് നിരത്ത് കുനിഞ്ഞത് വിരലുകൊണ്ട് എഴുതിക്കൊണ്ടിരുന്നു. അല്ല, നമ്മുടെ കർത്താവ് അവരെ കണ്ട ആ സ്ത്രീയെ കണ്ടോണെ കണ്ണുരുട്ടി മുഖം കറുപ്പിച്ച് പല്ല് ഞമ്മറി കടിച്ചു പൊട്ടിച്ചൊന്നുമില്ല നമ്മുടെ കർത്താവ്. അവസാന കർത്താവ് നിവർത്തിട്ട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവിടെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവർ ചെറിയവരും വലിയവരുമായിട്ടെല്ലാം ഓടിപ്പോയി, മടങ്ങിപ്പോയി. യേശു ആ സ്ത്രീയോട് പറഞ്ഞു, ഇനി നീ പാപം ചെയ്യരുത്. ഇതാ നമ്മുടെ യേശുവിന്റെ സ്നേഹം കേട്ടോ. അല്ലേലിയ. കാരണം ഇനി നീ പാപം ചെയ്യരുത്. യേശു പറഞ്ഞു, ഇനി നീ പാപം ചെയ്യരുത്. അത് എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിത, നിനക്കൊരു പല്ല് കടിച്ച് ഞറുമി മുഖം കറുപ്പിച്ച് നിനക്കെതിരെ വെല്ലുവിളി ഉയർത്തി നിന്നെ കാണുമ്പോൾ ശരീരവാസനം വിറച്ചു തുള്ളി നിൽക്കുന്ന മനുഷ്യനെ കാണുമ്പോൾ നീ ഓർത്തോണം, അതാണായാലും പെണ്ണായാലും അവന് വ്യാപരിക്കുന്ന പിശാചാണെന്ന്. അല്ലേ? അവന് വ്യാപരിക്കുന്ന സാത്താന. അതുകൊണ്ട് നീ ഒരിക്കലും തകർന്നു പോകരുത്. നിന്നെ ദൈവം കരങ്ങളിൽ സൂക്ഷിച്ചിരിക്കുക. നീ അവന്റെ ഉള്ളം കരങ്ങളിൽ സുരക്ഷിതമാണ്. അല്ലേ? അതുകൊണ്ട് നിങ്ങൾ യേശുവിലേക്ക് അപ്പം കർത്താവ് പറയുക, അല്ലെങ്കിൽ വചനം പറയുക, യഹോവന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കില്ല. മനുഷ്യനോട് എന്ത് ചെയ്യും? അതുകൊണ്ടുണ്ടാകുന്ന അതിനുണ്ടാകുന്ന നന്മ, അല്ലേലിയ, സ്തോത്രം, നിങ്ങൾ തിരിച്ചറിയണം. വീണ്ടും നാം ദൈവത്തിന്റെ വചനം മനുഷ്യൻ ചിലപ്പം നിങ്ങളോട് എതിർത്ത് വരുമ്പോൾ കരടിയെപ്പോലെ, സിംഹത്തെ പോലെ, ഗോലിയാത്തിനെ പോലെ നിങ്ങളുടെ മുമ്പിൽ വരും. മനുഷ്യൻ നിങ്ങൾക്കെതിരെ എതിരായിട്ട് വരുമ്പോൾ, ശത്രു നിങ്ങൾക്ക് എതിരായിട്ട് വരുമ്പോൾ കടിച്ചു കീറുന്ന കരടിയെ പോലെ, ഇരയെടുക്കുവാൻ ഗർജനത്തോടെ വരുന്ന സിംഹത്തെ പോലെ, ഇസ്രായേലിനെ 40 രാവും പകലും വെല്ലുവിളിച്ച ഗോലിയാത്തിനെ പോലെയാ ശത്രു നിനക്ക് നേരെ വരുന്നേ. അല്ലേ? എന്തിനാ നീ പേടിക്കുന്നേ? അല്ലേലിയ. കരടിയും സിംഹത്തെയും വലിച്ചു കീറി കളഞ്ഞൊരു ദാവീദുണ്ടെന്ന്. അല്ലേ? അപ്പന്റെ ആടുകളുമായി ആട് മേയിക്കുന്ന സമയത്ത് ആടുകളെ ഭക്ഷണമാക്കാൻ വന്ന കരടിയും സിംഹത്തെയും വലിച്ചു കീറി കളഞ്ഞൊരു ദാവീദുണ്ട്. ഇസ്രായേലിനെ 40 രാവും പകലും വെല്ലുവിളിച്ച ഗോലിയാത്തിനെ ഒരു ചെറിയ കല്ലുകൊണ്ട് എറിഞ്ഞ് വീഴ്ത്താന്റെ തല വെട്ടിയെടുത്ത ഒരു ദാവീദുണ്ട്. പിന്നെ നീ എന്തിനാ ഭാരപ്പെടുന്നേ? അല്ലേ? നീ ഭാരപ്പെടണ്ട. യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുക. മനുഷ്യനോട് എന്ത് ചെയ്യുമെന്ന് ദാവീദ് ചോദിക്കുക. അല്ലേ? അതുകൊണ്ട് നിങ്ങളുടെ ശത്രു എങ്ങനെ വരുന്നറിയോ? ഗോലിയാത്തിനെ പോലെ, അല്ലേ? സിംഹത്തെ പോലെ, കരടിയെ പോലെ വരും. അവിടെ നിങ്ങൾ ഭാരപ്പെടണം. വേദപുസ്തകം നിങ്ങൾ വിശ്വസിക്കണം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിനക്ക് നേരെ കരടിയെ പോലെ, സിംഹത്തെ പോലെ, ഗോലിയാത്തിനെ പോലെ പലരും വന്നിട്ടില്ലേ? നിന്നെ കടിച്ചു കയറാൻ പരുവത്തിന്. പക്ഷെ നിന്നെ ദൈവം വിട്ടുകൊടുക്കത്തില്ല കേട്ടോ. അല്ലേ? നീ ദൈവത്തിന്റെ പൈതലാണെങ്കിൽ, നീ ദൈവത്തിന്റെ മകളാണെങ്കിൽ ദൈവം നിന്നെ വിട്ടുകൊടുക്കില്ല. ദൈവം നിന്നെ സുരക്ഷിതമായി സൂക്ഷിക്കും. അല്ലേ? അവന്റെ ചിറകിൽ നിന്നെ അവൻ സൂക്ഷിക്കും. യേശു നിനക്ക് മറവിടമാണ്. അല്ലേലിയ. അതുകൊണ്ട് നീ അത്യുന്നതന്റെ മറവിൽ വസിക്കണം. സർവശക്തൻ നിങ്ങളിൽ നീ പാർക്കണം. അങ്ങനെ പാർക്കുമ്പോൾ ഒരു പ്രതികൂലം നിങ്ങളെ തകർക്കത്തില്ല. അതുകൊണ്ടൊക്കെയാ ഈ പൗലോസ് പറയുന്നത്, ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. അല്ലേ? ഒരു വെല്ലുവിളിയോടെ പൗലോസ് ചോദിക്കുക.
നിങ്ങൾക്ക് അതിന് കഴിയണം കേട്ടോ. ഹല്ലേലൂയ. നമ്മൾ ഈ ചില വീടുകളിലേക്കൊക്കെ ചെല്ലുമ്പോൾ ചിലരോടൊക്കെ പ്രാർത്ഥിക്കാനായിട്ടൊക്കെ നമ്മൾ പറയുമ്പോൾ എൻ്റെ പൊന്നി, അവരുടെ മുഖത്തിന്റെ സങ്കടങ്ങളും പാപങ്ങളും വേദനകളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവരപ്പോൾ തന്നെ മരിച്ചു വീഴുന്ന പോലെ. അങ്ങനെ നിങ്ങൾ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അഭിഷക്തന്മാർ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ അനവധി ഇന്ന് ലോകത്തിലുണ്ട്. നിന്നെ അറിയാത്ത, നിന്നെ കണ്ടിട്ടില്ലാത്ത, നിന്നെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത പലരും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ശ്രോതാവേ. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്നെ വിടുവിക്കുവാൻ യേശു വിശ്വസ്തനാണ്. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ആമേ സ്തോത്രം. ഹല്ലേലൂയ. യഹോവ നമ്മുടെ പക്ഷത്ത്. അതുകൊണ്ട് ആമേ സ്തോത്രം. സംഗീതത്തിന് 3:6 വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. സ്തോത്രം. അവിടെ ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. എന്താണ്? സ്തോത്രം 3:6 വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. എനിക്ക് വിരോധമായി ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുന്ന 1000 ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. ദാവീദിന് പെട്ടത്തുണ്ട്. ഈ മനുഷ്യൻ പിന്നെയും പറയുക, എനിക്ക് വിരോധമായി ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുന്ന 1000 ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. അപ്പം നിങ്ങൾക്ക് വിരോധമായി, നിങ്ങൾക്ക് ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുന്ന 1000 ജനങ്ങളുണ്ട്. ഹല്ലേലൂയ. അവരെ കണ്ടിട്ട് നീ ഭാരപ്പെട്ടു പോകരുത്. അപ്പം ദുഃഖകരമായ സാഹചര്യങ്ങളെ കുറിച്ച്, ദുഃഖപരമായ അനുഭവങ്ങളെ കുറിച്ച്, വേദനപ്പെടുത്തുന്ന അനുഭവങ്ങളെ കുറിച്ച് നിനക്ക് സഹിക്കാൻ കഴിയാത്ത പ്രതിസന്ധികളുടെ നടിയിലൂടെ നീ കടന്നു പോകേണ്ടി വന്നാലും നീ ഭാരപ്പെടണം. നിനക്ക് വിരോധമായി ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന 1000 നീ ജയിക്കുമെന്ന് രക്തം ചെയ്യാം. അപ്പൊ ഭക്തൻ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങളെ നമ്മൾ വിശ്വസിക്കണം. അതുകൊണ്ട് ദാവീദ്, കൂരിരുൾ താഴ്വരിൽ കൂടി നടന്നാലും ഞാൻ അടുത്ത് ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടി ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കൂലിനെ ആശ്വസിപ്പിക്കുന്നുവെന്ന് 23 സങ്കീർത്തനത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിലേക്ക് മടങ്ങി വരണം. വീണ്ടും നാം ദൈവത്തിന്റെ വചനം 46 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമത്തി വീണാലും, അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും, അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. എന്തു വന്നാലും നീ ഭയപ്പെടരുത്. അതിനെക്കുറിച്ച് ദൈവത്തിന് വചനം പറയും. 2-3 വാക്യങ്ങളിൽ പ്രകൃതി ശക്തികൾ ഇളകി മറിഞ്ഞാലും ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ നിർഭയനായിരിക്കുമെന്ന് വേദപുസ്തകം പറയാം. ഇതിനെക്കുറിച്ച് വായിച്ചു. ഞാൻ പുസ്തകത്തിൽ വായിച്ചു. 2001 ഗുജറാത്തിലും അഫ്ഗാനിസ്ഥാനിലും ചൈനയിലും ഉണ്ടായ ഭയാനകമായ ഭൂകമ്പം, പിന്നീട് ഒറീസയിൽ ആഞ്ഞടിച്ച കൊടുങ്കാറ്റ്, പല സ്ഥലത്തും ഉണ്ടായ വെള്ളപ്പൊക്കം, അത് ഭീതിജനകമായിരുന്നു. അല്ലേ? എങ്കിലും ദൈവജനം ഭയപ്പെട്ടില്ല. 2001 തൊട്ടിങ്ങോട്ട് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്ന അനർത്ഥങ്ങൾ, പ്രയാസങ്ങൾ, കഴിഞ്ഞ ചില കാലങ്ങൾക്ക് 2016 തൊട്ട് ഇന്ന് ഈ 2024 വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അനർത്ഥങ്ങൾ കാണുമ്പോൾ നീ ഭയപ്പെട്ടു പോകരുത്. പ്രതികൂലങ്ങളിൽ നീ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാണ്. ഒരു ദൈവത്തിന്റെ വയതിലൊരിക്കലും തളരരുത്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് ലോകത്തിലെ ജനങ്ങൾ, ഹല്ലേലൂയ സ്തോത്രം, പോലീസുകാരിലും അധികാരികളിലും മന്ത്രിമാരിലും സമർത്ഥരായ വക്കീൽമാരിലും ഒക്കെ പ്രത്യാശ വെക്കുക. ഇന്നത്തെ മനുഷ്യന്റെ സ്ഥിതി എന്ന് പറയുക, അവരിൽ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ഈ ലോകത്തിലുള്ള പോലീസുകാരിലും അധികാരികളിലും, ഹല്ലേലൂയ, മന്ത്രിമാരിലും സമർത്ഥന്മാരായ വക്കീൽമാരും, പിന്നെ പറയും അവർക്ക് ഭയങ്കര രാഷ്ട്രീയ പിടിപാടാണ്. ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ ചില പറയുന്നത് ആ മനുഷ്യന് ഭയങ്കര പിടിപാടുള്ള ആളാണ്. മന്ത്രി അദ്ദേഹത്തിന്റെ കൂടെ, MLA അദ്ദേഹത്തിന്റെ കൂടെ, MP അദ്ദേഹത്തിന്റെ കൂടെയാണ്, പോലീസുകാർ അദ്ദേഹത്തിന്റെ കൂടെ, അദ്ദേഹം പറഞ്ഞെല്ലാം നടക്കും, അദ്ദേഹത്തിന് ഉന്നതങ്ങളിൽ ഉയർന്ന തലത്തിൽ ഒരുപാട് പിടികളുണ്ട് എന്നൊക്കെ പറഞ്ഞ് മനുഷ്യരിൽ ആശ്രയിക്കുന്ന ഒരു തരം മനുഷ്യരുണ്ട്. അല്ലേ? കാരണം അതിനൊക്കെ പരിമിതികളുണ്ട് സഹോദര. അതുകൊണ്ടാണ് 118 സങ്കീർത്തനത്തിൽ അല്ലെങ്കിൽ വായിക്കുമ്പോൾ 9 മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. നിനക്ക് പ്രശ്നം വരും, പ്രതിസന്ധി പോലീസുകാരിലും അധികാരികളിലും മന്ത്രിമാരിലും MP-മാരും MLA-മാരും രാഷ്ട്രീയ പ്രമുഖന്മാരില് നീ ആശ്രയിക്കാതെ നീ കർത്താവിൽ ആശ്രയിക്കണം. ദൈവത്തിൽ ആശ്രയിച്ചവൻ ഒരിക്കലും തളർന്നു പോയിട്ടില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്ക് വിരോധമായി ശത്രു ഗൂഢാലോചന കൊണ്ടുവരുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ പക്ഷത്തേക്ക് യേശു ഇറങ്ങി വരും.
ഹല്ലേലൂയ. നിങ്ങൾക്ക് വിരോധമായി തന്ത്രങ്ങൾ പിശാച് വിനയുമ്പോൾ, നിങ്ങൾക്ക് വിരോധമായി മനുഷ്യൻ പ്രതിസന്ധി കടന്നു വരുമ്പോൾ, നിങ്ങൾക്കെതിരെ കള്ള സാക്ഷിയുമായിട്ട് കടന്നു വരുമ്പോൾ, കള്ള ആരോപണമായി ദുരാലോചനയുമായി വരുമ്പോൾ, നീ ഭാരപ്പെട്ടു പോകണ്ട. നിന്റെ പക്ഷത്തിലേക്ക് യേശു ഇറങ്ങി വരും. അതുകൊണ്ട് പൗലോസ് ചോദിക്കുക, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്. ഹല്ലേലൂയ. വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് വിശ്വാസത്താൽ കർത്താവിനോട് അതിശക്തമായി ഉപയോഗിക്കപ്പെട്ട ദൈവത്തിന്റെ ദാസനാണ് പൗലോസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ഒരിപ്പോഴും കർത്താവിന് പ്രസാദമുള്ളത് ചെയ്യണം. അതുകൊണ്ട് 2 വായിച്ചു വിടാം. നാം വിവരിക്കാൻ സമയമില്ല. അവൻ നിങ്ങൾ ഹോവിയോട് കൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോട് കൂടെ ഇരിക്കും. അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും. അപേക്ഷിക്കുന്നുവെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളെ അവൻ അന്വേഷിക്കും. ദാസിയോട് പറയുന്ന ഒരു ദൂതാണ്. ഹല്ലേലൂയ. അത് നിങ്ങൾ കർത്താവിനോട് കൂടെ ഇരിക്കണം. ഇതുപോലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നാം വായിച്ച വചനങ്ങളായി ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാണ്. ആമീൻ. നിങ്ങൾക്കൊരു പ്രതികൂലം കടന്നു വരും. അതിനകത്തൊരു നന്മയുണ്ട്. നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ദൈവമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പക്ഷത്തോട് നിങ്ങൾ ഭയപ്പെടാതെ നിൽക്കുവാൻ കഴിയണം. നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കണം. ഇന്ന് പകൽ കഷ്ടതയുടെ പ്രതിസന്ധി കടന്നു പോകുന്ന സഹോദരങ്ങളെ കണ്ടുകൾ അടച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. ഒരു വിടുതൽ ദൈവം അയക്കാൻ പോവുകയാണ്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമായി സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല സമയത്തിനായി സ്തോത്രം. കേരളത്തിൽ, ഭാരത, വിദേശ രാജ്യങ്ങളായിരിക്കുന്ന ജനത്തിനായി, ലോകത്തിന്റെ 7 വൻകിലായി ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് കഷ്ടതയിലും പ്രയാസത്തിലും പ്രതിസന്ധികൾ കടന്നു പോകുന്ന ജനം, അടുത്ത് കർത്താവ് ശൈശവത്തെയും ബാല്യത്തിൽ കൗമാരി യൗവനത്തിലും വാർത്തയിലും തടവറയിലായിരിക്കുന്നവർ, വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവർ, രാജാക്കന്മാർ, രാജ്ഞിമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, കർത്താവ് പട്ടാള മേധാവികളെ, കരസേന, വ്യോമസേന, നാവികസേന, രഹസ്യസേന വിഭാഗങ്ങളെ, കർത്താവിന്റെ നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്നവരെ, ക്രമസമാധാന പാലകരെ, പോലീസ് സെക്ഷനുകളെ, ഹല്ലേലൂയ. കർത്താവ് സ്തോത്രം ഞങ്ങൾ ദൈവങ്ങളിൽ ഏൽപ്പിക്കുന്നു. ജുഡീഷ്യറിക്കായി പ്രാർത്ഥിക്കുകയാണ്. കരയിലും കടലും ആകാശമാർക്കും വാഹനം പിടിക്കും, വാഹന യാത്ര, വാഹന നിർമ്മാണം സെയിൽസ് ചെയ്യുന്നവർ, കടയിലൂടെ വാസികളെ, തീരദേശവാസികളെ, സമുദ്രത്തിൽ മത്സ്യബന്ധന കടന്നുപോയിരിക്കുന്നവർ, ഹല്ലേലൂയ. അതാണ് ഈ കൺസ്ട്രക്ഷൻ രംഗത്ത്, മെക്കാനിക്, മോട്ടോർ രംഗത്ത്, ആമി യൂണിറ്റിനകത്ത് എല്ലാ കർത്താവ് എല്ലാ ഡ്രൈവേഴ്സിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഹകരണ മേഖല, പൊതുമേഖല, ആരോഗ്യമേഖല, വിദ്യാഭ്യാസ മേഖല, ഭാഗ്യമേഖല, വിദ്യാഭ്യാസ മേഖല എല്ലാവരെയും ദൈവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. മത, സാമൂഹ്യ, സംസ്കാര സംഘടന രംഗത്ത്, ചലച്ചിത്രപാർട്ടി, വീഡിയോ രംഗത്ത്, സയന്റിസ്റ്റ്, എഞ്ചിനീയർമാർ, എല്ലാ ഭരണപക്ഷ പാർട്ടികളും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആമി കേരളത്തിലും വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് കടന്നുവരി പഠിക്കുന്നവർ, ആമി വിദേശ രാജ്യം കഷ്ടമനുഭവിക്കുന്നവർ, നാട്ടിൽ കടന്നു കഴിയാതെ മണ്ഡലം കഷ്ട സാഹചര്യം കിട്ടാതെ സങ്കടം വിസ നഷ്ടപ്പെട്ടവർ, വിദേശ രാജ്യം ജയിലിൽ കിടക്കുന്നവർ, പീഡാനുഭവി സഹോദരിമാർ എല്ലാവരും ദൈവം വിവിധമായ രോഗത്താൽ ഭാരപ്പെടും, ബന്ധനത്തിലായി മരണാസിലായി ിക്കുന്നവരെ, മദ്യത്തിനും മയക്കും ലഹരിക്കും അടിമപ്പെട്ട് കിടക്കുന്ന എല്ലാവരും ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. വയനാട്ടിൽ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കേരളത്തിൽ 4 ജില്ലകളെ ഞങ്ങൾ ഓർക്കുകയാണ് കർത്താവേ. കോഴിക്കോട് ഞങ്ങൾ പരസ്യം ഉൾപ്പെട്ട് ജനം കർത്താവേ, ദുരിതാശ്വാസ ക്യാമ്പുകൾ, ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. അവരെന്റെ ദൈവം ആശ്വാസം, അവർക്ക് പുനരധിവാസം കൊടുക്കണമേ. മനുഷ്യൻ വാക്ക് പറഞ്ഞ് കർത്താവ് പുനരധിവാസത്തെ കുറിച്ച് ഒരുപാട് മോഹന വാർത്തകളൊക്കെ പറഞ്ഞിട്ട് അത് വെറും പേപ്പറുകളും വാക്കുകളും മാത്രമായി തീരാതെ അവർക്ക് എത്രയും പെട്ടെന്ന് പുനരധിവസിപ്പിക്കാൻ വേണ്ടുന്ന നടപടിക്രമങ്ങൾ അവൻ എത്രയും പെട്ടെന്ന് പൂർത്തീകരിപ്പാണ്ടയാക്കണമേ. അല്ലെങ്കിൽ ഈ ദിവസങ്ങൾ കർത്താവ് ജനത്തിന്റെ എല്ലാ വിഷയം അത്ഭുതം ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമക്കൾ, ദൈവദാസന്മാർ, കേരളത്തിന്റെ ഭാരത, വിദേശ രാജ്യം കർത്താവിന്റെ വേല ചെയ്യുന്ന എല്ലാ ദൈവമക്കളും ദൈവദാസന്മാരെയും കുടുംബങ്ങളെ തലമുറയിൽ സൂക്ഷിക്കണമേ. ജയിലിൽ കിടക്കുന്നവർക്ക് വിടുതൽ, ആശ്വാസം കൊണ്ട് പ്രത്യാശ കൊടുക്കണമേ. പ്രതികൂലങ്ങളിൽ കർത്താവ് വിശ്വാസത്തെ ഉറച്ചു കർത്താവിനോട് വീര്യം പ്രവർത്തിപ്പാൻ ദൈവജനത്തെ ഒരുക്കണമേ. ദൈവമക്കളുടെ സകല ജനത്തെ ഒരുക്കണമേ. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.